ഞങ്ങൾക്ക് ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാ. ബാക്കി അമ്മ പറയും എവിടൊക്കെയാ പോണ്ടേ. പറ. ബാങ്കിൽ പോണം, അനുവിന് അക്കൗണ്ട് എടുക്കണം, പിന്നെ അക്ഷയ സെന്ററിൽ പോണം, ഗ്യാസ് ഏജൻസി പോണം, റേഷൻ കട അടച്ചു കാണും. സാധനം വീട്ടിലോട്ട് ഇല്ല, ഇന്ന് 4 മണിയാകും വീട്ടിലെത്തുമ്പോ. ഉച്ചക്ക് മന്തി. ഉച്ചക്ക് മന്തി ഇന്നലെ അല്ലേ നീ പോയി മന്തി കഴിച്ചേ? ഇന്നലെയല്ല. പോവാ നമുക്ക് എന്നത്തെ പോലെ നമുക്ക് ഗേറ്റ് തുറക്കാം. ഇനി അമ്മയെ നോക്കിക്കാണ്. ഇനി അമ്മ അങ്ങ് വരെ നടക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് ഇനി പിക്ക് ചെയ്യണം. ഇനി എന്ത് സുഖം അതിനകത്ത് കിട്ടുന്ന എനിക്ക് അറിയത്തില്ല. ഇനി അവിടം വരെ നടക്കും. ഇനി അതിന് ഗേറ്റ് അടച്ചിട്ട് വാ. ഞാൻ പറഞ്ഞില്ല എന്ത് സുഖം അവിടെ പോയി നിൽക്കുക. അമ്മ എന്തിനാ അമ്മ എന്നും വീടിന്റെ വാതിക്കേന്ന് കയറാതെ ഇനി പകുതി വരെ റോഡിൽ നടന്നിട്ട് കയറുന്നേ? മീനുണ്ടോ നോക്കാനൊക്കെ. മീന് കണ്ടെത്തില്ല. ആദ്യം അങ്ങോട്ടാ പോണ്ടേ? ആദ്യം പള്ളിപ്പാട്. ഓക്കെ. അപ്പൊ ഇന്ന് അനുവിന്റെ ഒരു പ്രത്യേക ദിവസമാണ്. അനു ഇന്ന് അക്കൗണ്ട് എടുക്കാൻ പോവാണ്. അനുക്കുട്ടി ഒരു പുരുഷ സ്ത്രീ ആയിട്ട് മാറി. പുരുഷ സ്ത്രീയോ? നമുക്ക് അടിപൊളിയാക്കിയില്ലേ? ഒരു പെട്രോൾ മേടിക്കുന്നു നീ. ഇത്ര സൂക്ഷ്മമായിട്ട് നോക്കുന്നേ. പെട്രോൾ എല്ലാം കേറുന്നുണ്ടോ നോക്കുവാണോ അമ്മ? അമ്മയ്ക്ക് പെട്രോളിന്റെ ബിസിനസ് തുടങ്ങാൻ പോകും. അതിനുള്ള എക്സ്പീരിയൻസ് 600 രൂപയ്ക്ക് 115 രൂപയായില്ലേ പെട്രോളിന്? 25 എന്തോ ചെയ്യാനാ? എന്നാലും 5 ലിറ്റർ കൂടുതൽ വരുമല്ലോ. 600 രൂപയ്ക്ക് 5 ലിറ്റർ പോയി ഒരു 50 രൂപയായിരുന്നെങ്കിൽ 1 ലിറ്റർ പെട്രോൾ. അല്ല, ഞാൻ പറയാം, ഇന്ന് അക്കൗണ്ട് എടുക്കുകയാണെങ്കിലേ ഇനി അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് ശ്രീകുമാറിലോട്ട് അങ്ങ് ആക്കാം. പിന്നെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാം. 100, 200, 300 ഒക്കെ അങ്ങ് അടിച്ചു മാറ്റാം. അപ്പൊ ഗൈസ്, ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയി എനിക്ക് അക്കൗണ്ട് എടുക്കട്ടെ. അതിൻ്റെ അകത്ത് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പോയി അക്കൗണ്ട് എടുത്തിട്ട് വരാം ഗൈസ്. ബൈ. അക്കൗണ്ട് എടുത്തിട്ട് വേണം നന്ദുവിന്റെ കുറച്ച് പൈസ അടിച്ചു മാറ്റാൻ. അമ്മയുടെ ഇനി അച്ഛൻ ഇനി എന്റെ അക്കൗണ്ടിലോട്ട് പൈസ അയക്കും. ബാങ്കിൽ പോയി കൊച്ചുവണ്ണിന് അക്കൗണ്ട് എടുക്കാം. അനുക്കുട്ടിക്ക് അക്കൗണ്ട് എടുക്കാൻ പോകുന്നു ഗൈസ്. കണ്ടാ, അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് ഗൈസ് പോതെ. അനു അക്കൗണ്ട് ഒക്കെ എടുത്തോ? എന്താ പ്രായപൂർത്തിയായില്ലേ നിനക്ക്? SSLC സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ വേണം. ശരിയാ പറഞ്ഞിട്ട് നീ SSLC തോറ്റായോണ്ടേ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലേ? അല്ലേടി? പിന്നെ ജനിക്കാത്തതുകൊണ്ട് നിനക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും ഇല്ല. അമ്മ ഇവിടെ നമുക്ക് മറ്റേ കളഞ്ഞു കിട്ടിയോണ്ടേ ഇപ്പൊ ഞങ്ങൾ വരും. വീട്ടിൽ പോയി ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് പാസ്ബുക്ക് വേണമെന്നല്ല, കുഴപ്പമില്ലായിരുന്നു. എടുത്തില്ല പാസ്ബുക്ക് എടുത്തില്ല. പിന്നെ ആധാർ വേണം, പാസ്ബുക്ക് വേണം, പിന്നെ ആളും വേണം. അത് മതി. പക്ഷെ ഭയങ്കര തിരക്ക്. ആണോ? പിന്നെ അടുത്ത എവിടെ പോകുന്നത്? ഒരു പരിപാടി നടന്നില്ലല്ലോ. അല്ല, നീ പള്ളിപ്പാടോ? ഓക്കെ. ഇനി ഷോപ്പിങ്ങിന് പോവാണ്. നമ്മൾ ഇനി ഷോപ്പിംഗ് മൂടാൻ അമ്മേടെ ബാഗ് 1 കിലോ ഇല്ല. 3 കിലോ പഞ്ചസാര. നീ ഈ കൊട്ടക്കളെല്ലാം നിറയും. ഓട്സ് വേണോ? നീ മേടിച്ചു തരണം. പക്ഷേ സീഡ്സ് വേണോ? ടാങ്ക് വേണോന്ന് ചോദിച്ചു. മറ്റേ പാലക്കമല ടാങ്ക് വീട്ടിലുണ്ടല്ലോ. പുട്ടുപൊടി ഉണ്ടല്ലോ. പുട്ടുപൊടി വേണോ? ആർക്കെങ്കിലും പുട്ടുപൊടി വേണോ? 1.5 കിലോ. പിന്നെ പേസ്റ്റ് വേണം. എന്താണ് അത്? ഒന്നിനും വേണ്ട, ഞാൻ പറഞ്ഞു. ചിക്കൻ മസാല, ചിക്കൻ ഫ്രൈ മസാല, ചിക്കൻ മസാല, വെജിറ്റബിൾ മസാല, ഇവിടെ വന്ന എല്ലാം കിട്ടുമല്ലോ. ചിക്കൻ പൗഡർ, ഒരു ചിക്കൻ മസാല, ചിക്കൻ മസാല ഫ്രീ. പുള്ളിക്കാരി ഉണ്ടല്ലോ.
കിച്ചൺ റെസ്റ്റേഴ്സിന്റെ സോയാബീൻ. കിച്ചൻ്റെ ആണോ? അങ്ങനാണോ അതെ പേര്? മിൽമാഗി എല്ലാരും വാങ്ങിക്കുക. നമ്മളെ 2 കാറ്റ് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് തിന്നോന്ന് അറിഞ്ഞിട്ട് നമുക്ക് വലുത് വാങ്ങിക്കും, ഇല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ. വാങ്ങിച്ചു അമ്മ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരുമോ? ഐസ്ക്രീം തണുപ്പാ മേടിച്ചെടുത്തില്ല. ചോക്ലേറ്റ് മേടിച്ചു തരുമോ? പോടാ. അതേ ഷാനുവിന്റെ ഇത് മേടിക്കാം. മിൽക്കി മിസ്റ്റ്. എനിക്കൊരു പേരല്ലാതെ വേണേ. ബിന്ദു പണിക്കരെ കൂട്ടാ സീഡി മുതക്കാത്ത എന്തും എടുക്കണമെന്ന് അറിയത്തില്ല. പണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേനും ഉണ്ടല്ലോ എന്റെ ഫേവറേറ്റ് ആയിരുന്നു. ഫേവറേറ്റ് ആയിരുന്നു. എടുക്കാം. പിന്നെ എനിക്കൊരു നെയ്യ് എടുക്കാം. നെയ്യ് എടുക്കല്ലോ. നെയ്യല്ല, ഹണി. തേൻ മുഖത്തേക്കാണോ? നിന്റെ ബ്യൂട്ടി ആണോ? ഇതുണ്ടോ എടുത്ത് വെച്ചതേ ഉള്ളൂ. അവര് 1 മാസത്തിൽ ഒരിക്കലും വാങ്ങിച്ചു തരുന്ന സാധനമാണ് മാഗി. അല്ലേ അമ്മേ? എന്തുകൊണ്ടാ വാങ്ങിച്ചു തരാത്ത? കാരണം വയറ്റിന് പിടിക്കും. ചുമ്മാ ഇത് എനിക്ക് വേറെ, ഇത് ഞാൻ മാത്രമല്ല കഴിക്കുക കേട്ടോ, ഇതിനി കഴിക്കും. വിശക്കുന്ന എനിക്ക് കാണാനൊക്കെ ആയിരിക്കും. 800 രൂപ. ഇത്രയൊക്കെ ഇടും ഞാൻ പറഞ്ഞിട്ടാ. എനിക്ക് 1500 2000 ഇനിയുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ സഞ്ചി എടുക്കാൻ വന്നിരിക്കുന്നു ഗൈസ്. കുറെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ സഞ്ചി, ഇതാണ് ഞങ്ങളുടെ സഞ്ചി. ഇതും ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നേ. എല്ലാം മേടിച്ചോ അമ്മ? മേടിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു പർച്ചേസ് ഒക്കെ? വളരെ മോശം. അതെന്താ? ഈ സാധനം മേടിക്കാനുണ്ട്. ഇനി എന്താ മേടിക്കും? ഇനി മാവേലി സ്റ്റോറിൽ പോണം. നീ അപ്പൊ കറങ്ങി വരണോ? ഇത് വേണ്ട, ഇനി വീട്ടിൽ പോന്നോ? വീട്ടിൽ ഗൈസ് പോകണം. ഞങ്ങള് മന്തി കഴിക്കാന്ന് വെച്ചാൽ പിന്നെ അമ്മ പറഞ്ഞു നല്ല സദ്യ കഴിക്കാൻ പോകാൻ. അപ്പൊ പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വന്നു. സപ്താഹത്തിന്റെ ഒന്നും പറയാനില്ല, വാക്കുകളില്ല പറയാൻ. നല്ല അവിയല്, നല്ല കൂട്ടുകറി, നല്ല സാമ്പാർ, നല്ല മോര്, നല്ല അച്ചാർ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ചെലവാക്കിയ സാധനങ്ങളല്ല, മേടിച്ച സാധനങ്ങളെല്ലാം എടുക്കാം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. എടാ പൂച്ചേ. അപ്പൊ ഗൈസ് ഇന്നത്തെ ഷോപ്പിംഗ് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ അമ്പലത്തിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ഇതാണെങ്കിൽ ഞങ്ങൾ പൂച്ചയ്ക്ക് കൊടുക്കാൻ ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അവനെ കാണുന്നില്ല, അപ്പോൾ ഞാൻ പോയി ഫുഡ് കൊടുക്കട്ടെ ഗൈസ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്.